നമസ്കാരം. 5 മണി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടിവെക്കുന്നത് വൈകും. ദൗത്യമേഖലയിൽ നിന്ന് കൊമ്പൻ മാറിയത് വെല്ലുവിളി. RRT സംഘവും കുങ്കിയാനകളും സ്ഥലത്ത് തുടരുന്നു. ആനയെ ബന്ദിപ്പൂരിലേക്ക് അയക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കർണാടക വനം വകുപ്പുമായി ആശയവിനിമയം നടത്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് CPIM. കേന്ദ്ര റെയിൽവേ മന്ത്രി കള്ളം പറയുന്നുവെന്ന് MV ഗോവിന്ദൻ. കേരളത്തിന്റെ പൊതുക്കടം കുറഞ്ഞുവെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആഭ്യന്തര കടം വർദ്ധിച്ചു. സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ച. എക്സാലോജിക് വിവാദത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയില്ല. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ്. ഹൈക്കോടതിയിലെ കേസിന് പിന്നിൽ BJP എന്ന MV ഗോവിന്ദൻ. UDF സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലേക്ക്. ലീഗിന് 2 സീറ്റുകൾ. കോട്ടയം ജോസഫ് ഗ്രൂപ്പിന് തന്നെ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. ഹേമന്ത് സോറിന് തിരിച്ചടി. ED അറസ്റ്റിനെതിരെ ഹർജി സുപ്രീം കോടതി തള്ളി. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2ാം പാദ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. എതിരാളികൾ ഒഡീഷ FC. മത്സരം വൈകിട്ട് ഭുവനേശ്വറിൽ.